കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ നടപടി വിവാദത്തിൽ. ഇടതുപക്ഷ സംഘടനകളെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയതിന് പിന്നിലും ഇടത് അധ്യാപക നേതാവായിരുന്ന അനിൽകുമാറിന്റെ ഇടപെടലാണ് എന്നും വിമർശനമുയരുകയാണ്. കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ നടത്തിയ ഇടപെടലിനെതിരെ സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഗവർണർ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ നടപടിയാണ് ഇപ്പോൾ വിവാദത്തിൽ ആയിരിക്കുന്നത്. ഇടതുപക്ഷ സംഘടനകളെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയതിന് പിന്നിൽ ഇടത് അധ്യാപക നേതാവായിരുന്ന അനിൽകുമാറിന്റെ ഇടപെടലുണ്ട് എന്ന വിമർശനം ശക്തമാകുന്നുണ്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ നടത്തിയ ഇടപെടലിനെതിരെയാണ് സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകുക. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? രാഖി, കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലാണ് വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടാകുകയും പ്രതിഷേധങ്ങളുണ്ടാകുകയും ചെയ്തത്. ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്ന കാരണം കൊണ്ട് പരിപാടി നടത്താൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് അനുകൂലമായൊരു സമീപനമാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ സ്വീകരിച്ചത്. രജിസ്ട്രാർ പരിപാടി സ്ഥലത്തെത്തുകയും സെനറ്റ് ഹാളിലെത്തുകയും സംഘാടകരോട് പരിപാടിയിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുവാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തു. അതായത് സർവകലാശാല ചട്ടങ്ങൾ പ്രകാരം സർവകലാശാല രജിസ്ട്രാർക്ക് മാധ്യമങ്ങളോട് ഒരു വിഷയത്തിൽ പോലും പ്രതികരിക്കാൻ അധികാരമില്ല എന്നിരിക്കെ അദ്ദേഹം സ്വമേധയെ എത്തപ്പെടുകയും ഈ പരിപാടി തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളോട് അടക്കം പ്രതികരിക്കുകയും ചെയ്തു. ഗവർണർ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് സർവകലാശാല രജിസ്ട്രാറുടെ നടപടി. നമ്മൾ രജിസ്ട്രാറോട് ചൂണ്ടിക്കാണിച്ചു, കെ.എസ്. അനിൽകുമാറിനോട് ചൂണ്ടിക്കാണിച്ചു, ഇത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയല്ലേ, അതിന് തടസ്സം നിൽക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം അതിന് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഈ സംഘാടകരോട് പരിപാടി നിർത്തിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ആ സ്ഥലത്ത് സംഘർഷമുണ്ടാകുന്നതിന് ഒരു ഇടപെടൽ അനിൽകുമാറിൻ്റെ ഇടപെടൽ കൂടി, രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായി എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നു. സെനറ്റ് ഹാളിൽ അനിൽകുമാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് KSU പ്രവർത്തകർ അതിക്രമിച്ചു കയറുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തത്. മുതിർന്ന നേതാക്കളടക്കം ഉണ്ടായിരുന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കം ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ KSU പ്രവർത്തകർ അവിടെ വന്ന് പ്രക്ഷോഭം നടത്തുന്നത്. ഇത് അനിൽകുമാറിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ പ്രക്ഷോഭം നടക്കുകയും ചെയ്തത്. ഇങ്ങനെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റുന്നതിന് അനിൽകുമാറിൻ്റെ ഇടപെടൽ ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെതിരെ അന്വേഷണം വേണം എന്നതടക്കമുള്ള അല്ലെങ്കിൽ നടപടി വേണമെന്നാണ് ആവശ്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സർവകലാശാല വൈസ് ചാൻസലർക്കും ചാൻസലർ കൂടിയായ ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ഈ സ്വകാര്യ പരിപാടി നടത്തുന്ന, അതായത് 65,000 രൂപ അടച്ചാണ് ഒരു സ്വകാര്യ സംഘടന ഈ പരിപാടിക്ക് സെനറ്റ് ഹാൾ എടുക്കുന്നത്. എടുക്കുമ്പോൾ അവിടെ എന്ത് നടത്തണമെന്നതടക്കം, ഏത് ചിത്രം വെക്കണം, അതോടൊപ്പം തന്നെ ആ പരിപാടി എങ്ങനെയായിരിക്കണമെന്നതടക്കമുള്ളവ തീരുമാനിക്കേണ്ടത് ആ സംഘടനയാണെന്നിരിക്കെ അവിടേക്ക് എത്തുവാൻ രജിസ്ട്രാർക്ക് യാതൊരുവിധ അധികാരവുമില്ല. രജിസ്ട്രാർ അവിടേക്ക് എത്തുകയും പോലീസും അവിടേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം ഈ പരിപാടിയെ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കെല്ലാം രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് സമീപനമുണ്ടാകുകയും ചെയ്തു. ഏറെ നേരം രജിസ്ട്രാർ വേദിയിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിൽക്കുകയും അവിടെ നിന്നുകൊണ്ട് പരിപാടി നടത്താൻ പാടില്ല എന്ന നിലയിലേക്കെല്ലാം നടപടികളും നിലപാടുകളും എല്ലാം എടുക്കുന്നൊരു നിലയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പരിസരം വിദ്യാർത്ഥികൾ സംഘർഷമായി വരുമ്പോൾ ആ സംഘർഷത്തെ ലഘൂകരിക്കുവാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ആ രജിസ്ട്രാർ തന്നെ ഒരു സംഘർഷഭൂമിയാക്കി തീർക്കുന്നതിന് നേതൃത്വം വഹിക്കുക അല്ലെങ്കിൽ മൗനാനുവാദം നൽകുക എന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും പറയുന്നത്. ഇടപെടൽ ഈ രജിസ്ട്രാർ KS. അനിൽകുമാറിൻ്റെ ഭാഗത്തുണ്ടായത് കൊണ്ട് തന്നെയാണ് മറ്റ്
ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളും അവിടെ പ്രതിഷേധിക്കാൻ സാഹചര്യമുണ്ടായത്. മാത്രമല്ല മറ്റ് SFI അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകർക്കും യൂണിവേഴ്സിറ്റി പരിസരത്തേക്ക് അതിക്രമിച്ചു കയറുകയും ഗവർണർ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ യൂണിവേഴ്സിറ്റി പരിസരത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റുകയും സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് ഇടയാക്കിയതുമെല്ലാം ഈ അനിൽകുമാറിന്റെ ഇടപെടലാണ്. കളിക്കെതിരെ സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇത് സംബന്ധിച്ച വാർത്തയാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് പങ്കുവച്ചത്.